ഹായ് 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 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കടപ്പയിലാണ്. കടപ്പ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയാണ് കേട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇവിടുത്തെ കടപ്പാക്കല്ലൊക്കെ വളരെ ഫേമസ് ആണ്. കടപ്പാക്കല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ വിജയവാഡയ്ക്ക് പോയില്ലേ, അന്ന് ഒരുപാട് ലോറിയിൽ പോകേണ്ടിന്ന് വെച്ച് വലിയ കല്ലുകളൊക്കെ നമ്മൾ ആ ലോറിന്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി നിർത്തിയിന് അന്ന്. അന്ന് ഈ ഫാക്ടറിയുടെ അടുത്തായിരുന്നു ഞങ്ങളുടെ വണ്ടിയൊക്കെ നിർത്തിയത്. പക്ഷേങ്കിൽ ഇന്ന് ആ റൂട്ടല്ല, നമ്മൾ ഹൈദരാബാദ് റൂട്ടാണ്. അപ്പോൾ ഇവിടുന്ന് കൂർണൂൽ എന്ന് പറയുന്ന ഒരു സൈഡിലേക്കാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ വാട്ടർഫാൾസ് കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ കാടിനകത്താണ്. കാടായ ശരിയാവില്ല. കാട് ഞങ്ങൾക്ക് പേടിയോട് കഴിച്ച് പോകും. കൂടി അടിച്ചോണ്ട് ഇനിയിപ്പോ ഒന്നും കൊണ്ടുപോവാല്ല. ഇനിയിപ്പോ ഓനെയും ഇന്നെയും ഈ വണ്ടി തന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ അവന്മാർ കൊണ്ടുപോയിന്. അപ്പൊ അതുകൊണ്ട് ആക്കെ ഇങ്ങനെ വാങ്ങി വരുന്നുള്ള സാധനങ്ങൾ ഇനിയും അവിടെ കൊണ്ടുപോയിട്ട് ഇനിയും വെറുതെ അല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടുന്ന് ആദ്യം ഞങ്ങൾക്ക് കുളിക്കൊക്കെ വേണം. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം അവിടെ 20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട് എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണത്. ഞങ്ങൾ ആ സൈഡിലേക്കാണ് പിടിക്കുന്നത്. ആ സൈഡ് പിടിച്ചിട്ട് കുളിക്കണം, കുക്ക് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം ഈ ഒരു രാവിലെ ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ഇന്ന് നേരത്തെ എണ്ണീറ്റുണ്ട്. 8 മണി ആയിട്ടുണ്ടാവും. കാരണം സൂര്യനെ കുതിച്ചിങ്ങനെ വരുന്നുള്ളൂ. സൂര്യനൊന്നും കാണാൻ തന്നെ ഇല്ല. ഇവിടെ ഒരു മൂടിക്കട്ടലുണ്ടേ അല്ലേ? രാവിലെ തന്നെ മൂടിക്കട്ടലുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആൾക്ക് ചെയ്ത് കൊടുക്കിട്ടോ. ഞങ്ങൾ ഇറങ്ങണം. പാവങ്ങളല്ലേ, ജീവിച്ചു പോട്ടെ. പോയിക്കൊണ്ടിരിക്കണ ഹൈവേയിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു പോക്കറ്റ് റോഡുണ്ട്. ഇതുവഴി കയറുവാണ്. ഗൂഗിൾ മാപ്പ് ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വഴിയുണ്ടോ എന്നുള്ളത് ഗൂഗിൾ മാപ്പിന് അറിയുള്ളൂ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടൊരു വഴിയാണിത്. ഇത് വഴി കാണുമ്പോൾ ഇനി പോവേണ്ടത് കാണുന്ന തന്നെയാണ് തോന്നുന്നുണ്ട്. അല്ലേ? ഓഫ് റോഡാണ് ഗൈസ്. നമ്മളെ കുതിരപ്പവൻ എന്തായിരുന്നു? അവളെ കുതിര തുള്ളിച്ചാടിയിരുന്നു. ഇതില് ഈ റോഡ് ഏകദേശം ഒരു 4 കിലോമീറ്റർ നമുക്ക് പോകണം. നല്ല കാറ്റാണ് കൈസ് ഇവിടെ. ഇല്ലടാ, കാറ്റത്ത് പാറിപ്പോലോ. അതായത് കാറ്റുണ്ടായതുകൊണ്ട് ഇവർക്ക് വെയിലിന്റെ ചൂടൊന്നും ഏൽക്കണില്ല ഒന്ന്. അതുപോലെ തന്നെ തികച്ചൊരു കാർഷിക മേഖലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് ഒരു സൈസ് പയറാണ്. ഇവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ആ പയർ. ഇത് എന്താണെന്നുള്ളത് ചെറുപയർ പോലൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ ചെറുപയറിന്റെ കളറോ കാര്യമൊന്നുമല്ല. ഇത് ഉണങ്ങിയിട്ടാണാവോ? അങ്ങനെയുണ്ട്. ഇത് ഉണങ്ങിയിട്ടാണ് അറിയില്ല അല്ലേ? ചെറുപയറിനെ തോന്നുന്നുണ്ട്. പച്ച എന്താ അവസ്ഥ? പച്ച കളറിനെ നോക്കി നോക്കി ഓപ്പൺ കറബായി പരമ പച്ച ചെറുപയറാണ് അല്ലേ? ചെറുപയറാണ് കഴിച്ചത്. ചെറുപയർ. അങ്ങനെയെങ്കിൽ ചെറുപയറിന്റെ തോട്ടമാണ് ഈ കാണുന്നത്. ഫുള്ളായിട്ട് ചെറുപയറാണ്. അവിടെ കടലയാണ്. വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിൽ ശ്രദ്ധയില്ല. ഇത് ഒഴിവാക്കുവര്, അല്ലെങ്കിൽ ഒരു വിത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് വെച്ചേക്ക് എന്തോ ആണ്. ഇത് ഏകദേശം വിത്തായി. പച്ച പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ചെറുപയർ അതിനെ നമ്മളവിടെ സാധാരണ വരുന്ന ആ ചെറുപയറാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ളൊരു ചെറുപയറാണത്. ഞങ്ങൾ വീണ്ടും ചതിക്കപ്പെട്ടു. ഇതന്നെ ഒരു പണിയാണ് ഞങ്ങൾക്ക് ഗായ്സ്. ഇത് നമ്മളിവിടെ നിന്ന് പരിചയപ്പെട്ടൊരു സുഹൃത്താണ് അശ്വവർദ്ധൻ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് അശ്വവർദ്ധൻ ആണ്. അദ്ദേഹം തെലുങ്കിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറേയൊക്കെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ഇതിൽ ഇവിടെ താഴത്തൊരു റിവറുണ്ട്. അതിൽ നിറച്ച് വെള്ളമുള്ള ഫോട്ടോയൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഇവിടെ വേനലാണ്, മഴയല്ല, വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാണ്. വന്ന് നോക്കി കുക്കൊക്കെ ആകെ അരപ്പായി. അപ്പോൾ ശോർദം പറയണത് എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഇപ്പം അല്ല, അപ്പം മഴക്കാലമല്ലല്ലോ, മഴ പെയ്താലേ വെള്ളം ഉണ്ടാവുള്ളൂ. ആ ടൈമിലാണ് നിങ്ങൾ വരേണ്ടത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുളിക്കുകയാണെങ്കിൽ ആ കാണുന്ന പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിച്ചോളൂ, നോ പ്രോബ്ലം. कुकिंग उधर है प्रॉब्लम नहीं है. ओके श्योर, थैंक यू.
ഇദ്ദേഹം ഒരു ഫാർമറാണ് അല്ലേ, ഒരു കർഷകനാണ്. ഇവിടെ വന്ന് എന്തോ മോട്ടർ ഓൺ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്കുള്ള വെള്ളം, അതായത് കൃഷിയിടത്തിലേക്കുള്ള വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതായാലും വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. കാരണം ഈ പ്രായക്കാർ നമുക്ക് പ്രശ്നമല്ലേ, ഈ കുറച്ചും കൂടി പ്രായ ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം നല്ല മനോഹരമായ സ്ഥലമാണ്. അവിടേക്കൊന്ന് പോയി നോക്കാം, വിശ്വർദ്ധനം എന്ന് പറഞ്ഞേക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് കുക്ക് ചെയ്യാം, അവിടെ നിന്ന് കുളിക്കാം അല്ലേ. ഇത് ഇവിടെ വന്നിട്ടില്ലല്ലോ, ഈ സ്ഥലം കണ്ടില്ലല്ലോ. പൊന്നളിയാമാരെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് പറയാ, ഒരു കിടുക്കാച്ച് സ്ഥലമായിരിക്കും ഇത്. അത്ര മനോഹരമായ സ്ഥലമായിരിക്കും. ഞങ്ങൾ ആ ഫോട്ടോ, അതായത് ഗൂഗിൾ മാപ്പിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുളിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ തരുന്നത്. അതൊരു പുഴയാണെങ്കിൽ അതിമനോഹരമായിരിക്കും എന്ന് എഴുതിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഇവിടെ 20 കിലോ, നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്ത് പറഞ്ഞ് 20 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോന്നിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഇതാണ്ട ഫുള്ളായിട്ട് മലനിരയാണ്. അത് മാത്രമല്ല അതിശക്തമായ കാറ്റാണ് ഇവിടെ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ താഴത്തു കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നതാണ്. അതൊക്കെ ഇവരൊക്കെ എവിടേക്കാണ് പോണതും അറിയില്ല, എവിടെ നിന്നാണ് വരണതും അറിയില്ല. അതുപോലത്തെ ഇത് നിറച്ച് കല്ലുകളാണ്. ഈ മലയ്ക്ക് മേലെ നിറച്ച് പാറക്കഷ്ണങ്ങൾ, കല്ലുകളുണ്ട്. ഇത്തരത്തിൽ കല്ലുകളാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് കന്നുകാലികളെ തീറ്റുന്നത് കാണാം. ഇതിൽ ഒരുപാട് പേര് നടന്നു വരുന്നത് കാണാം. ഇതിലെ ബൈക്കിനൊക്കെ ഒരുപാട് പേര് പോണ വഴികൾ കാണാം. രണ്ടു ഭാഗത്തു കൂടെ ചിലപ്പോ അതില് വരില്ല. ഇതാണേ ഇതും കൂടെ ഇത് മൊത്തത്തില് വെള്ളം നിറയും. ഫുള്ള് വെള്ളം നിറയും. ഒരു പുഴയിലൂടെ ഇപ്പൊ പോണതേ, അതാണ് കണ്ടാ പറയോ. ഇപ്പൊ വെള്ളം വറ്റിയിട്ടാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ അങ്ങനായിട്ട് കുറച്ച് വെള്ളം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ ചെറിയൊരു കുണ്ടുണ്ട്. ഏതായാലും ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഊർജ്ജം നഷ്ടപ്പെടും അല്ലേ. എനർജി കളയരുത്, പിന്നെ തിരിച്ചു കിട്ടത്തില്ല. കിടക്ക മാട്ടേ. അപ്പാണ് ഉണ്ടാക്കണം. അപ്പം ഗോതമ്പിലെ ആട്ടപ്പൊടി കൊണ്ടുള്ള ഒരു അപ്പാണ് ഇപ്പം, ആട്ടപ്പം. ഇത് സക്സസ് ആക്കും അറിയില്ല. ഏതായാലും കലക്കിക്ക് നന്നായിട്ട് മറ്റൊരു പൊട്ടിച്ചതിന്റെ ബാക്കിയാണിത്. നോക്കാം, വെയിറ്റ് ചെയ്യാം. അതെ, അപ്പൊ സക്സസ് മൈൻഡിലാട്ടോ. നടത്തി നോക്ക്. ഫസ്റ്റത്തെ കുഴപ്പമില്ല, ഫസ്റ്റത്തെ ദൈവത്തിനാണല്ലോ. ആൾക്കാരൊക്കെ വന്ന് നോക്കണ്ട് ഗൈസ് ഞങ്ങളുടെ കുക്കിംഗ് കാണാനായിട്ട്. വെളിച്ചെണ്ണേ ഇതൊരു 1.5 അപ്പയിക്കാരം. ഇത് കാണാൻ തന്നെ ചുരുക്കുണ്ട് അല്ലേ, ചുരുക്കുണ്ട്. കാണാൻ തന്നെ ചുരുക്കുണ്ട് ഈ സാധനം. അടച്ചേക്കണം അടച്ചേക്കണം. ఎప్పుడు చేస్తున్నారు ఇక్కడ? ఎప్పుడు చేస్తున్నారు? తెలుగు తెలుగు రాలా? తెలుగు రాదు. కేరళ అదే కేరళ తెలుగు రాలా. మీ భాష మాకు రాదు. అదే കർഷകനാണ് കേട്ടോ. మట్టి కేరళ అంటే వచ్చారు. భోజనం చేసుకొని తినకపోతాను. ఎన్ని రోజులు ఉంటాడా? 2 రోజులు. കേരള ഇത് റെഡിയാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് ഒരട്ടടിച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇതല്ല സാധനം, ഇതാണ് ആ സാധനം. കണ്ടങ്ങള് ഉപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞു. നമ്മളൊരു കട്ടൻ ചായേ മൂപ്പർക്കും കൊടുത്തു നോക്കാം. കാരണവരല്ലേ? കാരണവരാണ്. ടീ ചായ ആന്ധ്രയിൽ മന്ത് എന്നാണോ പറയാ? അറിയത്തില്ല. മൂപ്പര് ആദ്യം കരുതിയാവല്ല സാധനത്തിലേക്കാണ്. നമുക്ക് ഭാഷ അറിയാത്തോട്ടോ. ഇതുവരെ ചുട്ടതാണ്. ഇതുവരെ ചുട്ട അപ്പങ്ങളൊക്കെ മിയാണ്. ഒരുപാട് പേരാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ഒരുപാട് പേര് വന്നു പോയി.
ഇതൊക്കെ ഭയങ്കര ക്യൂരിയസിറ്റി. നമ്മളെ കണ്ടിട്ട് നമ്മളീ പരിപാടിയെ കണ്ടപ്പോഴേ ഓൽക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ആ കേരളത്തിൽ നിന്നൊക്കെയാണ് അവർ ചോദിക്കണം. സോയാബിയൊക്കെ പൊന്തിയിട്ട് കണ്ടമാനുണ്ടല്ലോ. സോയാബി ഫുള്ള് എടുത്തോ? എടുത്തു. അവനവിടെ ഇഞ്ചി അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഉള്ളി തക്കാളി പോലത്തെ സംഭവങ്ങളൊക്കെ വെട്ടി വെച്ചിരിക്കണ്. പിന്നെ നമ്മളുടെ അപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരുപാട് ഏട്ടന്മാർ നമ്മളുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണാൻ അവിടെ കൊണ്ട് നിൽക്കുന്നു. അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ കോവിലുണ്ട്. പണിക്കാർ ഇവർ പണിക്കാരാണ്. എന്തോ ഒരു പണിയാണ് അവർക്ക്. ഞാൻ പറഞ്ഞില്ല ആ സൈഡ് പണിക്കാരാണ്. അതായത് ഇപ്പോൾ സാധാ ഈ നാട്ടുകാരനെ ഓല അവിടെ എന്തോ ഒരു പുഴയുടെ അക്കരെ എന്തോ പണിയുണ്ട്. അവിടുന്ന് പണി കയറിയിട്ടൊക്കെ ഇങ്ങനെ വരുവാണ് ഇവർ. കേരളത്തിന് യാത്ര ചെയ്ത് വന്നാണ് പറഞ്ഞിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ പേര് రామ్మోహన్ മോഹൻ. ഓ നീ ఓబ్లేస్ ഓബ്ലേസ്. ഓ വേല నీ పేరు വിഷ്ണു, ఆయన పేరు രാകേഷ്, കുക്കു. రాకేష్ എല്ലാവർക്കും ഭയങ്കര. പിന്നെ നമ്മളെ ഈ അപ്പത്തിന് പോലും പറയണ പേര് ദോശയാണ്. ദോശ. അവര് ഇവിടെ ദോശയായിട്ടാണ് ഈ സാധനത്തിന്. പിന്നെ അവര് പറഞ്ഞു హాయ్ హాయ్ അവിടെ గోధుమ పిండి ഈ దోశ അമ്പ- అది? గోధుమ పిండి దోశ ദോശ గోధుమ పిండి దోశ ഗോതമ്പ്. ഗോതമ്പിലെ ഗോതമ്പിലെ ദോശ. ഓക്കെ ശരിയാണ്, ഗോതമ്പിലെ ദോശ. അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കല്. അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ല. ఓకే ఓకే బాయ్ ఆఫ్ చేసుకో ఓకే ఓకే ഓക്കെ. അവിടെ പരമ വെയിലാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു വേണം അവിടെ വെക്കാൻ. പിന്നെ അതെല്ലാം ഇവിടുന്ന് ചെയ്യരുത്. അപ്പോൾ അതായത് നമ്മുടെ സോയാബീൻ എല്ലാവിധ സൗകര്യത്തോടു കൂടിയിട്ട് തരാം സാധനങ്ങളൊക്കെ വെക്കാൻ. പൊറോട്ട വേണം കഴിക്കാം, എന്ത് വേണം കഴിക്കാം. എണ്ണ ചൂടായി. ഇതൊക്കെ ഒരുമിച്ച് ഒരുമിച്ചിട്ട് അല്ലേ? ചിക്കൻ മസാല ഒന്നുമില്ല. അതിന് പകരം നമ്മൾ ഗരം മസാല ഗരം മസാല മസാല കാരം. ചെയ്യാം. വേറെ ഏട്ടനുണ്ട്. പക്ഷേ മൂപ്പര് ചോദിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. నేను కేరళ. ఇక్కడ ఏం పని మీద వచ్చినారా? ట్రావెలింగ్ ఉత్తరప్రదేశ్ में जाएगा. ఇక్కడ ఇది వర్క్ వర్క్ ఇల్ల ఈడ ఇదేంటి సోయా వాటర్ లేదా വാട്ടറേ. പക്ഷേ ഇവര് നല്ല ആളുകളാണ്. ഇവിടെ വന്നു മോശമില്ല എല്ലാവരും. ഇതിന്റെ പേര് నా పేరు నాగభూషణం భూషణం നാഗഭൂഷണം. ഏട്ടന്റെ പേര് നാഗഭൂഷണമാണ്. వెల్లటూర్ എല്ലാം విలేజ్ వెల్లటూర్ కడప డిస్ట్రిక్ట్ കടപ്പ ഡിസ്ട്രിക്ട് വെള്ളാട്ടൂർ పెళ్లిమరి మండల్ വെള്ളമര മണ്ഡലം. జిపి వెల్లటూర్ ഉള്ള അഡ്രസ് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. വെള്ളം ഒഴിക്കാനായിട്ട്. ഓക്കെ ఉప్పే లేదు ఉప్పు ഉപ്പിടാനായ సాల్ట్ നമുക്കും അത്ഭുതം വരിക്കാതെ. ഇതിന്റെ ഇടയിൽ ഞങ്ങള് കുറച്ച് ആംഗ്യങ്ങളും കുറച്ച് ഹിന്ദിയും കുറച്ച് ഇംഗ്ലീഷും ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കണേ. ഞങ്ങൾക്ക് ഓരോ മാതിരിയാണ്. ഓർക്ക് ഓരോ ഭാഷ അറിയുള്ളൂ. ഞങ്ങൾക്ക് നേരെ മലയാളം മാത്രമാണ്. കറിയിൽ വെള്ളം ഏറിയോ? ആവണില്ലല്ലോ. അപ്പം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി അപ്പമാണ് പ്രാവശ്യം. ഉണ്ടാ ആഹാ എന്ത് അതായത് സോയാബി ഒന്നും ഒരു കണ്ടങ്ങനെ വെക്കണം. അങ്ങനെ ഞങ്ങളുടെ കുളി ഇവിടെ നിന്നും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഇവിടെ നിന്നുമായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയൊക്കെ വണ്ടി കയറ്റാൻ പോവാം. ഒക്കെ സെറ്റാണ്. നല്ല മോനെ റെഡി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ നേരത്തെ നമ്മൾ പോകുന്ന ഒരു ഓഫ് റോഡാണ്. അപ്പോൾ ആ ഓഫ് റോഡും കഴിഞ്ഞ് അങ്ങനെ പോകണം. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ പോകാനും തോന്നണില്ല അല്ലടാ. നല്ല കാറ്റാണ്, നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോരും. നമ്മളവിടെ നിന്നാണ് പോകുന്നത്. നമ്മളങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. പോകുന്നപ്പോൾ അവിടെ കുറേ ചേച്ചിമാർ ഇരുന്നാണ്ട് എന്തോ ഒരു കാട്ടണം. ഇതിൻ്റെ കള വർക്ക് ചെയ്യണേ.
എന്ത് ചെടി അത്? അത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കണ്ടിട്ട്? എന്താ കൂട്ടത്തോടെ കളറാ ഇറക്കിയാറുണ്ട്. ആ ഇവര് ഇതിങ്ങനെ ചെത്തിക്കൂര് കേട്ടോ ചെയ്യണ് അല്ലേ? ആ ഈ മണ്ണൊന്ന് ഇളക്കി മറിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു കത്തി ഉണ്ട്. അങ്ങനെയാണ് ഓരോ പരിപാടി. ഇതാണ് ഇവരുടെ ആയുധം. ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. പേര് പേര് പാറക്കാല. തൊള്ളിക്ക്. തൊള്ളിച്ചിയോ ഇതിങ്ങനെ അതുകൊണ്ടിങ്ങനെ ഇളക്കി മറിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പണി നമ്മൾ സ്ലിപ്പാക്കണ്ട. എല്ലാവരും കണ്ടോ വരിയായി അല്ലേ? ഫസ്റ്റ് ഇവരൊക്കെ സ്ലോ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ലോ ആണല്ലോ. തെലുങ്ക് ചാമഞ്ചി. ഇത് ഫോൺ എടുത്തുക്കണോ? ചാമഞ്ചി എന്ന് പറഞ്ഞതാണ്. നമുക്ക് അവിടെ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം നമുക്ക് മലയാളത്തിൽ. ആ ട്രാൻസ്ലേറ്റ്. ഓക്കെ. ഉങ്ക പേരെന്നെ? പേരു ഭവാനി. ആ ഈ ഭവാനി ചേച്ചി ഭയങ്കര സപ്പോർട്ടാട്ടോ നമുക്ക്. ഉങ്ക പേര്? രാമജനമ്മ. രാമജനമ്മ. എല്ലാവരുടെ പേര് യൂട്യൂബ്. എല്ലാവരും യൂട്യൂബിൽ വരും കേട്ടോ. നാളെ ടെമ്പിൾ. ആ അന്നമ്മു. ആ അവിടുന്ന് കുക്കിംഗ്. ആ ഭോജനം കഴിച്ചു. ഫുൾ ഡേ 400, ഹാഫ് ഡേ 200. ഇതൊന്നും നോക്കണ്ട. ഈ ചേച്ചി പറയണ എന്താ വെച്ചാല് 7 AM to 12. ആ ഓ ആഫ്റ്റർനൂൺ 12. ഓക്കെ. ഈവനിങ് 2:30. ആ അതായത് രാവിലെ 7 മണിക്ക് ഇറങ്ങും ഇവര്. 5:30. ആ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് 12 മണി വരെ പണിയെടുത്ത് 2:30 മണി വരെ റെസ്റ്റാണ്. ഇവർക്ക് കൂലി എത്ര അറിയാമെങ്കിൽ ഈ പാവങ്ങൾ കൂലി 400 റുപ്യ. ആ ഫുൾ ഡേ ഒരു ദിവസം ഫുള്ള് പണിയെടുത്താൽ ഞങ്ങൾക്ക് 400 റുപ്യ കൂലി കൊടുക്കണം. അതാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് വെറുതെ ഇവരൊക്കെ ഇങ്ങനെ വരുന്നത്. మంచి కింద ఇచ్చి మమ్మల్ని అక్కడ అమ్మి 10 లక్షలు మా పిల్లలకి ఇచ్చి అందరినీ చేసే మా పిల్లలకు 10 లక్షలు കിഡ്നാപ്പ് ഇതിന് കൊണ്ടുപോകാനേ. വേടാ 10 lakhs. ഇതിന്റെ പേരെന്താ അറിയോ? ചാമഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ? അത് നിങ്ങൾക്ക് അറിയില്ല. അത് മലയാളികൾക്ക് ഒറ്റയ്ക്കൊന്നും അറിയില്ല. ഇത് ഇവിടെ ഈ തെലുങ്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയോ? അല്ലേ? വില്ലേജ്. ఇదరే లేపల్లె వేంపల్లె. వేంపల్లెకి ఇట్లే రైట్ సైడ్ వస్తుంది. అడిగితే చెప్తారు ఎవరన్నా. ఫుల్ డెకరేషన్ బాగా వస్తుంది. ఇటు పచ్చిమిర్చి తోటలు ఉంటాయి. ఉదయం అక్కడికి ఇక్కడ మధ్యాహ్నం సిట్. ഓക്കെ. ആ അപ്പോൾ ഉച്ചവരെ അവിടെ ആയിരുന്നു പണിയെടുത്ത്. ഉച്ചയ്ക്ക് ശേഷം അവർ ഇവിടെയാണ് പണിയെടുക്കുന്നത്. അവിടെ പൂ വിരിഞ്ഞിക്കണ്. അതായത് ഇത് എന്താ മല്ലികപ്പൂവിൻ്റെ കൂട്ടത്തിലാണ് സംഭവിക്കണേ. ആ മലയാളത്തിൽ മല്ലികപ്പൂ. ആ പൂ അല്ലേ? അവിടെ ആ മലയുടെ അടുത്തായിട്ടാണ് ചേച്ചിമാരുണ്ടായിരുന്നത്. അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ കുറച്ചും കൂടി മുമ്പിലേക്ക്. ഇപ്പോൾ ഏകദേശമൊക്കെ റോഡ് എത്താനായി. റോട്ടിക്ക് ഇനി ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ പോയാൽ മതി. 3 കിലോമീറ്റർ പോയാൽ മതിയോ. ഞങ്ങൾ ഈ കാണുന്ന തോട്ടം എന്താ പറയുക ഞങ്ങൾക്ക്? ഇതാണ് ചേച്ചി പറഞ്ഞിട്ടുള്ള നാരങ്ങത്തോട്ടം. നാരങ്ങ എന്നൊക്കെ പറഞ്ഞ മക്കൾ ഇത് എമ്മ വലുപ്പാണ്. കണ്ടോ നിങ്ങൾ? എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഇത്രേ ഉള്ളൂ അല്ലേ? ആ ലെവല് വലിപ്പുണ്ട് സാധനം. തോട്ടത്തിൽ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും പോകുന്നില്ല. റോഡ് സൈഡിൽ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക. നല്ല വൃത്തിയുള്ള തോട്ടമാണ്.
നാരങ്ങയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കിലോ കണക്കിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നാനാന ഭാഗത്ത് ചെയ്യുന്ന ഓരോ കൃഷി മേഖല, കൃഷി ചെയ്യുന്ന ഓരോ ഇടങ്ങളിൽ പോയിട്ട് നമ്മളിതൊക്കെ സന്ദർശിക്കുമ്പോൾ കിട്ടും നമ്മുടെ മനസ്സിൽ കിട്ടുന്ന സുഖം എന്താ പറയുക ഞങ്ങൾക്ക്. കാരണം ഞാനിത് കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, അതായത് കൃഷി എന്ന് പറയുന്നത് ഒരു വിത്ത് മണ്ണിക്കിട്ട് അത് മുളച്ച് വന്ന് അതുമ്മ പൂവിട്ട് കായ് ആകുന്ന കാഴ്ച വരെ നമ്മൾക്ക് മനസ്സിന് കുളിരേകുന്ന കാഴ്ചകളാണ്. അതാണ് പറയുന്നത്. കായായിട്ട് നമുക്ക് എത്തുന്നുള്ളൂ നാട്ടിൽ. നമുക്ക് കായായിട്ട് എത്തുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ സാധനമൊക്കെ വാങ്ങുമ്പോൾ ഇതൊക്കെ ആരാണ്, എവിടെയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലവട്ടം ഞാൻ കിടന്നുകൊണ്ട് എൻ്റെ മൊബൈലിൽ ഞാൻ യാത്രകൾ പോകാറുണ്ട്, ഗൂഗിൾ മാപ്പിൽ. ആ ഒരു യാത്ര ഇപ്പോൾ ഞാൻ റിയലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം മേഖലകളിൽ, ഇത്തരം കൃഷിയിടങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇറങ്ങി കാണുന്നത്. കണ്ടാ എന്നാ വലിപ്പം, സൂപ്പർ സാധനം, നല്ല രീതിയിൽ വളഞ്ഞിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ടാവട്ടെ അല്ലേ. മരമൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന മരങ്ങളാണ്. ഈ വെള്ളം വിടാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇവിടെ കൃഷി രീതികളൊക്കെ നല്ല രസമാണ് കാണാൻ. ഓരോ ലൈനായിട്ട് പൈപ്പ് ഇട്ടേക്കും, എല്ലാതിൻ്റെ മുരട്ടക്കും വെള്ളം ചെല്ലണ്ടേ. ഇത് ഏക്കർ കണക്കിനാണ്, ഹെക്ടർ കണക്ക് വേണമെങ്കിൽ പറയും. എത്രയോ തോനെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഉണ്ടാക്കുമ്പോൾ ഒരു മെച്ചം വേണ്ടേ, അതിനും കണ്ട്. അതെ അതെ അതെ. കാരണം എൻ്റെ മക്കളെ ആരുമില്ലാത്ത റോഡ്, രണ്ട് സൈഡും നോക്കുക അല്ലേ, ഒരു പുല്ലും കൂടി നട്ടിട്ടില്ല. ഒക്കെ ഇത് മറിച്ചിട്ടേക്കുവാണ്. ഒക്കെ മഴ വെയിറ്റ് ചെയ്യാണെന്തോ അറിയില്ല. ഏതായാലും ഈ റോഡിൽ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞങ്ങൾ മാത്രം. പറയുമ്പോൾ മെയിൻ റോഡല്ലേ, ഈ മെയിൻ റോഡാണിത്. ആട്ടിന്റെ കൂട്ടങ്ങൾ ഞങ്ങളെ വളഞ്ഞു വളഞ്ഞു. അതെ, ആട്ടിന് കൂട്ടം ഞങ്ങളെ വളഞ്ഞു. അവസ്ഥ ആടാളെ ഞാൻ ഫോട്ടോ എന്താണോ എന്താ അറിയില്ല, വണ്ടി ഓഫാക്കിയോ ഓഫാകണില്ലല്ലോ. എന്താ വെച്ചാ ഒച്ചേക്കണ കടകട പറഞ്ഞാണ്ട് കടകടാറ സൗണ്ട് ഉണ്ട്. കുറ്റാണില്ലേ? ഓഫാക്കിയിട്ട് ഓഫാകാത്ത പ്രശ്നം ഇതാണ്. ഓഫ് ലിവർ അവിടുന്ന് വേറിട്ടിക്കണല്ലോ. ഇതല്ലേ ഒരു കേബിള്? കേബിൾ അതാണ്. അത് ഇതുമ്മലാണ് വരിക. കണ്ടേ, ഇതിങ്ങനെ വലിച്ചുമ്പോഴാണ് ഓഫാകുക. അതിലൊക്കെ ലീക്ക് ഉണ്ടല്ലോ, അവിടെ ഉണ്ടോ? ഇത് ലീക്കാണ്. പിന്നെ ചൂടായിട്ട് കിടുകിടുന്ന സൗണ്ടും വരുന്നുണ്ട്. വണ്ടി എന്തായാലും ചൂടാറട്ടെ. ഇവിടേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഫുള്ളായിട്ട് പച്ചയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി. ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ നമ്മളെ തൊട്ടാവാടിൻ്റെ ഇല പോലെയുള്ള ഒരു ഇലയാണ്. സ്മെല്ല് ചെയ്ത് നോക്കിയില്ലേ? അപ്പം എന്തേനു പറിച്ചണ്ട സ്മെല്ല് കമ്മിയാണ്. എന്താ അറിയില്ല, ഒരു ചെറുതായിട്ടൊരു മണം അത്രേ ഉള്ളൂ അല്ലേ? ഫുള്ളായിട്ട് ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുമ്പോഴാണ് നല്ല രസമാണ്. നടുക്കതൊരു കുളം പോലെയൊക്കെ സംഭവം ഉണ്ടാക്കിയിട്ട് ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞങ്ങൾക്കും അറിയാലോ. അപ്പം ചോദിച്ചു നോക്കാൻ ഇവിടെ ആളുകളൊന്നും ഇല്ലേ? നടന്നു വരുന്നുണ്ട്. നമുക്കെന്താ വെച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങാക്കാനാണ് തോന്നുന്നു ഈ മുള്ളൊക്കെ ഇങ്ങോട്ട് ഇട്ടത്. എന്നിട്ടും ഞങ്ങൾ ഇറങ്ങി വന്നേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ കയറി പോകണം. ഇതിനുള്ളിൽ ഇടാൻ വയ്ക്കൂലോ? കേബിൾ പൊട്ടിയോന്നല്ല, ചൂടാണ്. കുടുങ്ങില്ലേ? ഓക്കെ. സംഭവബഹുലമായൊരു പണിയായിരുന്നു അത്. കയ്യൊക്കെ ആകെ ഗ്രീസാക്കി. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഞാൻ അതൊന്ന് ചാടിയില്ലേ? അതെന്താണ് അവിടെ ഒരു കുളത്തുണ്ടല്ലേ? ഇതേപോലത്തെ ഒരു കുടുത്തുണ്ടോ? അതുപോലത്തെ ഒന്നുണ്ട് അവിടെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഈ പ്ലാസ്റ്റിക്കിലെ ഇതുണ്ടായിട്ട്, ഈ ഫൈബർ ഉണ്ടായിട്ട് ഭയങ്കര ഇടങ്ങേറായി. പക്ഷെ ഞാൻ കുഴപ്പമില്ല, ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് ഓഫ് ലിവറാണ്, ഓഫാകണില്ല വണ്ടി. ഓഫാവില്ല, ഗിയറിലിട്ട് ഓഫാക്കിയൊക്കെ ഞാൻ. അപ്പോൾ അത് നോക്കൽ നിർബന്ധമാണ്. പിന്നെ വണ്ടിൻ്റെ വലിനെയൊക്കെ ബാധിക്കും നമ്മളിത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണെന്ന് കരുതണം. പോയി നോക്കണം. ഒക്കെ എടുത്തില്ലേ, ഒരു സാധനം എടുത്തില്ല. ഇവിടെ നല്ല മഴയാണ് മക്കളെ. ഞങ്ങളാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഏരിയയിൽ മെയിൻ റോഡിലേക്ക് എത്തിയില്ല.
മക്കളെ ഇവിടെ ഫുള്ള് ഇരുടാണ്. ഒരു പെട്രോൾ പമ്പിന്റെ പാർക്കിങ്, ഒരു എന്താ പറയാ ഗ്രൗണ്ട് പോലെ പാർക്കിംഗ്. ഇതില് എന്തും കാട്ടാം. അത്രയും വലിയൊരു പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. നമ്മുടെ വണ്ടി ഇവിടെ ചെറുതായിട്ട് നിർത്തിയിരിക്കണേ. അല്ലേ കാണൂല, വണ്ടിനെ കാണൂല. വണ്ടിന്റെ ഉള്ളിലത്തെ ലൈറ്റ് ഇതാ ഇപ്പൊ ഞങ്ങളെ കണ്ടില്ല നിങ്ങള്. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി പാർക്കിംഗ് ആണ്. ഈ പമ്പ് എന്ന് പറഞ്ഞാൽ അസാധ്യ പമ്പ. 4 പമ്പ് ചോദിച്ചു, 4ാമത്തേനത് അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ എന്തായാലും കിട്ടും. ഇവിടെ കിട്ടാത്തതിന്റെ കേസ് എന്താ പറയുക, ചോദിക്കുമ്പോ ഇവിടെ ലോറികളാണ്. അല്ലാത്ത പ്രശ്നമൊന്നും ഇവിടേക്കില്ല. ഒരു പമ്പിൽ മാത്രം അല്ലേ, അവിടെ ലോറിയും ഇല്ല. അവിടെ അയാൾ ഉണങ്ങി കളിച്ച് അയാൾ 100 രൂപ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾക്ക് ഉറപ്പാണ് ഇവിടെ എന്തായാലും കിട്ടും. ഇവിടെ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പേടിയില്ല. പിന്നെ എന്തായാലും ദാബ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ദാബക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ദാബ ഒന്ന് വയ്ക്കണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ചെറുതായിട്ട് മഴ ചെയ്തോണ്ടേ. ദാബയിൽ പിന്നെ മഴ പെയ്ത് ചളി പിളിയേക്കറിയാം. അതുകൊണ്ടാണ്. പമ്പിൽ പറഞ്ഞാൽ മേലത്തെ കാര്യമില്ല, താഴത്ത് കട്ട വെച്ചിട്ട്. അതുകൊണ്ടാണ് ദാബ എന്ന് വേണ്ട കാരണം. എന്നാ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യണം. അടുത്തുള്ളൊരു വീഡിയോ വിട്ട് നാളെ മുതൽ. ഓക്കെ, ബൈ.